മരണമേ ഇന്ന് കൈകൂപ്പി നേർന്നു ഞാൻ പെറ്റു വളർത്തോരു കന്നിമകളെ നിനക്ക്. അയ്യോ എന്റെ കർത്താവേ, കരിയില കാറ്റി പറന്ന് കിടക്കുന്നത് പോലെ അല്ലയോ കല്യാണക്കുറിയും ഓരോ സാധനങ്ങളും വന്ന് കിടക്കുന്നത്. ഇതെന്തു ഇത്? ഹൗസ് വാമിംഗ് തോമസ് കുട്ടി കിഴക്കേ പറമ്പിൽ. എന്റെ കർത്താവേ, ഈ ചെറുക്കൻ ഇത് മാത്രമേ ഉള്ളതുള്ളൂ. അവൻ വർഷം വീണ്ടും പെയിന്റ് മാറ്റും, പാലുകാച്ച് നടത്തും, നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ഓരോരോ ഇത്. ഈ മാസം തന്നെ എന്തുമാത്രം കല്യാണം, പാലുകാച്ച്, ഷഷ്ടിമൂർത്തി, കൃഷ്ണമൂർത്തി, ചെലവോട് ചെലവാ. സത്യം പറയാലോ, ആ സുനിത വില്യംസിന്റെ കൂടെ ആ പേടകത്തെ കയറി അവിടെ കാണാൻ നിന്നാ മതിയായിരുന്നു. ഭൂമിയിലുള്ള ഒരു കാര്യം അറിയണ്ടായിരുന്നു ഈ ചുമ്മാ ശല്യങ്ങള്. ആ വന്നിട്ടുണ്ട്, കാറ് പിടിച്ച് വേറൊരു വള്ളി വന്നിട്ടുണ്ട്. അകത്തെങ്ങാണം പോയി പാദത്തിന്റെ കീഴിലെങ്ങാണം വരിക. ഇവിടെ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും വരുന്നവര്. ഇതോ ചെയ്യാനാന്ന് പറ. എന്റെ നരലും ചവിട്ടി പറിച്ച് പുറകെ നടക്കുവാണോ? എന്താന്നല്ല, എന്താ മുതലാളി എന്ന് വേണം ചോദിക്കാൻ. ഞാൻ നിന്റെ മുതലാളി, നീ എന്റെ പേറ്റ് ഡ്രൈവർ വന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയണം. കണ്ട വീടൊക്കെ കണ്ടോ? ഭയങ്കര സെറ്റപ്പാ വീടൊക്കെ കണ്ടോ? അയ്യോ വലിയ വീടാണല്ലോ. ഇത് ആരുടെ വീടാ? ഇത് എന്റെ ബന്ധുക്കാരുടെ വീടാ. നിന്റെ ബന്ധുക്കാർക്കൊന്നും ഇത്ര വീടൊന്നും ഇല്ലല്ലോ. നീ പേറ്റ് ഡ്രൈവർ ഇല്ലയോ? ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഉള്ളു ഇത്ര വലിയ വീടൊക്കെ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചങ്ങ് കേട്ടണ്ടായിരുന്നു. എന്താ പറഞ്ഞു? അല്ല, പോകുന്ന വഴിക്ക് കുറച്ച് ഇടിച്ചക്ക മേടിച്ച് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, നീ എന്നെ ആക്കിയതാന്ന്. എന്റെ ഒരു ചെവി നിന്റെ ഭാഗത്തോട്ട് തിരിച്ചു കേൾക്കുന്ന കാര്യം നീ അങ്ങ് മറന്നുപോയി ഇല്ലയോ? നീ വാ തുറന്നു കഴിഞ്ഞാൽ ഇടിച്ചക്ക നിന്നെ അണ്ണാക്കോട്ട് ഇടിച്ച് ഞാനങ്ങ് കയറ്റും. എന്താടാ ദേഷ്യം കാണിക്കുവന്നോ? എന്താ ഇങ്ങോട്ട് നോക്കി. നിന്റെ മുഖത്ത് അടുത്ത സമയത്ത് അങ്ങനെ റീസർവേ നടന്നു. എന്താ നിന്റെ മൂക്കും വായും തമ്മിൽ അതിര് തിരിച്ചു വെച്ചേക്കുന്നു. എന്റെ മീശയാ. രാവിലെ ഇത് ചെത്തിക്കൊണ്ട് നേരത്തെ എന്റെ മുറ്റം ചെത്തിയായിരുന്നു, എവിടെങ്കിലും വൃത്തിയായിരുന്നു. അതാ ഞാൻ ആളെ വിളിക്കാം. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന്? പിരിവുകാരോ സംഭാവനക്കാരോ വല്ലോ ആണോ? ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടവരാരുമല്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അവള് വരുമ്പോ ഞാൻ പുറംതിരിഞ്ഞ് നിൽക്കും. എന്റെ പുറം കണ്ടാലും ഒക്കെ മനസ്സിലാവും ഞാൻ ആരാണെന്ന്. കേട്ടോ? അന്ന് ആള് വരട്ടെ. അയ്യോ, ആരായിരുന്നു? അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. പുറം കണ്ടിട്ട് മനസ്സിലായില്ല ആരാന്ന്. പുറത്തല്ലല്ലോ, നിങ്ങൾ അകത്ത് വന്നല്ലോ. ഞങ്ങള് മൂന്നാറിൽ നിന്ന് വരുവാ. ആഹാ, കോടമഞ്ഞും കൂട്ടുകാരനും വന്നിരിക്കുന്നു. നമ്മൾ ദന്ത ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാന്നോ? അതാ ഇതിന് മാത്രം വല്ല് കാണിക്കാൻ വേണ്ടി. ഇനി വാ തുറന്നു കഴിഞ്ഞാൽ നിന്റെ അണപ്പല്ലിന്റെ ബോട്ടിനകത്ത് ഞാൻ തത്തയെ വളർത്തും. മാറി കിടക്കണം. ഗ്രേസിയേ, അയ്യോ എന്റെ പേരൊക്കെ പറയുന്നുണ്ടോ? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. ഇനി ഞാൻ കിണറ്റിൽ കയറിയില്ല വക്കച്ചൻ. കിണറ്റിൽ കയറിയ വക്കച്ചനല്ലല്ലോ, വക്കച്ചല്ലയോ? ഓ, അവിടെ നിന്ന് പോയി. എടി വക്കച്ചെന്നല്ലേ പറഞ്ഞേ? ഞാൻ കിണറ്റിൽ കയറിയില്ല വക്കച്ചായൻ. ഓ, എന്നെ മൂക്കുറിച്ച് പറിച്ചാലും ഇപ്പോൾ എന്റെ വക്കച്ചായ മനസ്സിലായില്ല കേട്ടോ. മൊത്തം അങ്ങ് വെളുത്തു പോയല്ലോ. രാവിലെ ഞാൻ ഉജാലയെ മുങ്ങി വന്നത്, അതാ വെളുത്തിരിക്കുന്നത്. എത്ര നാളായി ഈ വഴിക്കൊക്കെ കണ്ടിട്ട്? ഈ വഴിക്കൊക്കെ കാണാൻ ഞാൻ തോടി കുറുന്തോട്ടിയാന്നോ? പറഞ്ഞിരിപ്പിച്ച എന്തുവാ? അല്ലെങ്കിൽ ഒരെണ്ണം ചോദിക്കും, ജഡ്ജസ് എന്താ കണ്ടിട്ടാ ഇത്ര കിടിക്കുന്നതെന്ന്. ഇതോ, ഇതെന്റെ ഡ്രൈവറാ. മഹാവൃത്തി കേട്ടോ. ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. മഹാവൃത്തി കേട്ടോ. ഓ ശരി ശരി ശരി. എടാ ഡ്രൈവർ ഇറക്കാം. വക്കച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാർക്ക് ഭയങ്കര ജീവനാ കേട്ടോ. എന്റെ മിന്നുകെട്ട സമയത്ത് പള്ളിയിലെ കാര്യവും കല്യാണത്തിന്റെ കാര്യവും എല്ലാം ഈ വക്കച്ചായനാ നോക്കി നടന്ന ഓർമ്മയുണ്ടോ? ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കണ്ടുപിടി വെച്ചാൽ? 17 കൊല്ലമായില്ലയോ? ഓ, 17 കൊല്ലമായി. എനിക്ക് ഈ പണ്ടത്തെ പോലെ അങ്ങോട്ട് ഓർമ്മയില്ല. പ്രായമൊക്കെ ആയില്ലയോ? എന്നാലും വന്നേ, കുറ്റിപ്പുല്ലയുടെ സാരി കൊടുത്ത ഒരു കുറ്റി ഉണ്ടായിരുന്നില്ല അന്ന് നിങ്ങളെ? അല്ല, ഒരു കുറ്റി ഉണ്ടായിരുന്നില്ല കല്യാണത്തിന്. 27 വർഷത്തിന് മുമ്പ് നിന്റെ കല്യാണത്തിന് ഞാനും ഗ്രേസികളും ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. കടുകപള്ളിയുടെ കാര്യം പറയാൻ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ഇത് പറയാൻ കളവൻ ഒരു ഗുരുവില്ല. അല്ല, നമുക്ക് പോകുന്ന വഴിക്ക് ഈ കുരുവില്ലാത്ത കുറച്ച് ഓമയ്ക്ക മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞതാ. ആര് പറഞ്ഞു? അമ്മച്ചി പറഞ്ഞായിരുന്നു. അമ്മച്ചിക്കല്ല ഓമയ്ക്കാൻ വേണ്ടത്, പഴുത്തോമയ്ക്ക മാറ്റി നീ അങ്ങ് നിന്റെ ക്രിമേഡി മാറാൻ വേണ്ടി. ഇപ്പോഴും നല്ല സുന്ദരിയാ കേട്ടോ. സുന്ദരിയാന്നോ? അവളിപ്പോ എവിടാ വെച്ചേ താമസിക്കുന്നത്? കാഞ്ഞിരപ്പള്ളിയിലാ. അവിടെ കെട്ടിയാനൊക്കെ? ഓ, കെട്ടിയാ മരിച്ചിട്ട് വേട്ട് കൊല്ലമായില്ലേ. ഒറ്റയ്ക്കല്ലേ? എടാ, പോകുന്ന വഴിക്ക് അവിടെ വണ്ടി ചവിട്ടണേ. നല്ലതാ, അങ്ങോട്ട് കയറാനായിരിക്കും. ആമ്പിള്ളാര് വന്നിട്ടുണ്ട്, നല്ല ഗടാഗടിയന്മാരായ 2 ആമ്പിള്ളാര്. ചവിട്ടണ്ട, നമുക്ക് വിട്ടുപോയേക്കാം. എന്താ വിശേഷിച്ച്? വന്ന കാലം നിൽക്കാൻ അങ്ങോട്ട് ഇരുന്നാട്ടെ അങ്ങോട്ട്. ചെറുക്കാൻ ഇരിക്കാം. ഞാനങ്ങനെ സ്പോഞ്ച് കസാരയിലങ്ങനെ ഇരിക്കാറില്ല. പിന്നെ ഞാനങ്ങ് മൂന്നാറിലെ ചൂരൽ കസാരയിലാണ് ഞാൻ ഇരിക്കുന്നത്. വലിയ നിർബന്ധമില്ല. അതെന്താ അങ്ങനെ? ആ ചൂരൽ കസാര വിടവിലൂടെ ഞങ്ങളുടെ പൂച്ചേനെ അടിക്കടി ഞാൻ അള്ളും. നല്ല രസമാണ്. മുതലാളി പറഞ്ഞത് നേരാ. ഹൈവേയുടെ പണിക്ക് JCB ഉണ്ട്. മലയെന്ന് മണ്ണ് മാന്തി എടുക്കുന്ന പോലെ ഇരിക്കാം മുതലാളിയുടെ പുറം. വളർത്തുവാ. പൂച്ചയാണോ? പൂച്ചയല്ല, എന്റെ കൗണ്ടറിലിട്ട് വളർത്തുവാ. പണ്ട് ഞങ്ങളുടെ കുഞ്ഞു വീടായിരുന്നപ്പോ വന്നേല്ലേ. ഇപ്പൊ ഇതിലോട്ടൊന്ന് ഇരുന്നാട്ടെ. ഇരിക്കങ്ങോട്ട്.
അതെന്തോ വേലയാ വക്കച്ചായ കാണിച്ചത്? അയാൾ ഇരുന്നതിനിപ്പോ എന്തായിരുന്നു? ഇങ്ങനെ വന്നെടാ, എന്റെ കാല് പിടിച്ച് ഈ കാലെ കയറ്റി വെക്ക. ഇയോടാ ഒരു തീപ്പെട്ടി കിട്ടുവോ? വീട് വലിക്കാനാന്നോ? അല്ല, അതിനെ അടവെക്കാനല്ല, കാലങ്ങ് തെറിച്ചു എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കല്ലും കൊണ്ട് നടക്കണമെന്ന്. എന്റെ ആയാലും വക്കച്ചായ ഇതുപോലെ അൻസറിനെയൊക്കെ ഉള്ള ഒരു ഡ്രൈവറെ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ കാര്യമാണ് കേട്ടോ. എടി കണ്ടില്ലേ ഈ ചെറുക്കൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സും ഈ മുണ്ടൊക്കെ ഇല്ലേ? മുഷിഞ്ഞതാ. മുഷിച്ചോ, അതൊക്കെ ഞാൻ ഇട്ടത് ഇവന് കൊടുത്തതാ. ഈ ചെരുപ്പ് കേട്ടോ, ഈ ചെരുപ്പ് പോലും ഞാൻ കൊടുത്താ ഇട്ട് തേഞ്ഞതായിരുന്നു. അവള് പറഞ്ഞു കൊടുക്കണ്ടെന്ന്. കണ്ട അമ്മച്ചിക്ക് ദയ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ദയല്ല, ആ ചെരുപ്പ് വെച്ച് നമ്മുടെ വീട്ടിൽ സലാഡ് അരിയാവെന്ന് അവള് പറഞ്ഞായിരുന്നു. അല്ല വേലക്കാരനായിട്ട് ഇവ മാത്രമേ ഉള്ളൂ, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? വേലക്കാരനായിട്ട് ഇവൻ മാത്രമല്ല 3 പെണ്ണുങ്ങളുണ്ട്. സഹകരണം വൃത്തിയും പിടിപ്പൊക്കെ ഉള്ള നിങ്ങളാണോ? പെണ്ണുങ്ങൾ അടുക്കളയിൽ അതൊക്കെ ചെയ്യും. ഞാൻ അടുത്തോട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ എടുത്ത് തിന്നാനൊക്കെ കൊണ്ടുതരും. മക്കളെല്ലാം മുറിയിൽ CCTV പിടിപ്പിച്ചേക്കുവാ. അടുക്കളയിൽ 3 എണ്ണം പുള്ളിയുടെ മുഖത്ത് ഫോക്കസ് ആയിട്ട് വെച്ചേക്കുവാ. ഇതിന്റെ കണക്ഷൻ മക്കളുടെ ഫോണിനകത്തും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ CCTV അത്ര ഇഷ്ടമൊന്നുമല്ല. ആര് പറഞ്ഞു? നല്ല കാര്യമല്ലയോ. കഴിഞ്ഞിടയ്ക്ക് ഞാൻ എത്തി നോക്കുന്ന ഒരു ഫോട്ടോ മോൻ ബെർലിനിൽ നിന്ന് എനിക്ക് ഇട്ട് തന്നു. നീ ഒന്ന് കാണണമായിരുന്നു. സൈക്കിൾ ബെല്ല നോക്കുന്ന പോലെ ഇരിക്കുവായിരുന്നു എന്റെ മോന്ത. ഞാൻ പറഞ്ഞു ഇവലാ എത്തി നോക്കുന്നത്, ഇവന്റെ മോന്ത ഇങ്ങനെ ഇരിക്കുന്നത്. നിനക്ക് വേലക്കാരത്തിലുണ്ട് ഇവിടെ? ഇവിടെ വേലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 15,000 രൂപ ശമ്പളം കൊടുക്കണ്ടായോ? അതുകൊണ്ട് ഇല്ല. ഇല്ലയോ? അല്ല ഉണ്ട്. ഉണ്ടോ? നീയോ? ഞാൻ പിള്ളേരോട് പറയും ഇവിടെ വേലക്കാരുണ്ട്, അതുകൊണ്ട് മാസം 15,000 രൂപ പിള്ളേരെ ഞാൻ അങ്ങ് എഴുതി മേടിക്കും. അത് മാത്രമോ, വൈകുന്നേരം ആകുമ്പോ ഈ വീട്ടില് സകലമാന ജോലിയും ചേർത്ത് ഫ്രണ്ട് ഗേറ്റും പൂട്ടി താക്കോലും ഞാൻ പൂച്ചട്ടയ്ക്കകത്ത് വെച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും. പിറ്റേനെ വരത്തുള്ളൂ. നീ എവിടെ പോ? അപ്പുറത്ത് 2,500 രൂപയ്ക്ക് ഒരു ഒറ്റമുറി വീട് ഞാൻ വാടക എടുത്തിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടുന്ന് പറക്കി കൊണ്ടുപോയി അവിടെ തിന്നുകയും ചെയ്യും. എന്തായിരുന്നു? ചങ്ങല ഇട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. നിന്റെ വീടല്ലേ ഇത്? അയ്യോ അതാണോ? എന്നാലും മാസം 15,000 രൂപ പിള്ളേരെ ഞാൻ ഒപ്പിക്കുന്നില്ലേ? എങ്ങനെയും ഒന്ന് ചെലവാക്കണ്ട. എന്റെ ടെൻഷൻ എനിക്കേ അറിയാവൂ. വെറുതെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് സമ്പാദിക്കുന്ന ഒരു മഹിളാ മണിയാ ഞാൻ. മണിയല്ല, മക്കളെ മണി അടിച്ച് മാറ്റുന്ന കുമള. ചായ എടുക്കാറായ വിശേഷിച്ചെന്തുവായിരുന്നു? വിശേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വന്നതേ എന്റെ ഷഷ്ടിപൂർത്തി 28-ാം തീയതി. നിങ്ങൾക്ക് വരണം. ഷഷ്ടിപൂർത്തി വരെ ആയി. അല്ല ഈ ഒറ്റയ്ക്ക് വരേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു. മക്കളെ വല്ലതും പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? അങ്ങനെ പറ്റത്തില്ല. ഇത്രയും പ്രായത്തിൽ ഞാൻ ചെന്ന് എന്തിനാന്നറിയാമോ? എന്തിനാ? എന്നെ കാണാമായിരുന്നു. അവര് ആയിരിക്കും ഞാൻ കിടപ്പിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് എന്ന് പറഞ്ഞത്. അല്ല ഈ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉണ്ടോ ഇപ്പോഴും? പള്ളി കമ്മിറ്റി ഞാൻ സ്വമേധയാ ഇനി പിൻവാങ്ങിയില്ലടാ. അയ്യോ അതെന്താ പറ്റിയതാ? പിൻവാങ്ങിയൊന്നുമല്ല, അവര് പിരിച്ചു വിട്ടതാ. പള്ളി കമ്മിറ്റി പ്രമേയം അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ട് പറയാ, കാലിന്റെ അടിയിൽ എനിക്ക് വേദന, തലക്കകത്ത് പെരുപ്പ്, കാഴ്ചക്കുറവ് എന്നൊക്കെ. അതെന്തുവാ? പ്രമേയത്തിന് പകരം പ്രമേഹം അവതരിപ്പിച്ചത്. എനിക്ക് പ്രമേഹമൊന്നുമില്ല. പ്രമേഹമൊന്നുമില്ല, കള്ളം പറയുന്നതാ. എന്നാ ചായ എടുക്കാൻ സമയമായോ? ശരി ചായ എടുക്കാം. നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കുക കേട്ടോ. ചായ എടുത്തോണ്ട് വരാം. നീ പോയി എടുക്കാം. അപ്പോഴത്തെ ഞാൻ പിന്നെ കുറ്റം പറയട്ടെ, എന്റെ നാക്കങ്ങ് പെരുക്കുന്ന. അമ്മച്ചി ചായ മാത്രം പോരാ, എന്തെങ്കിലും കഴിക്കാനും കൂടെ വേണം കേട്ടോ. നിന്റെ ചേന്നാന്റെ വീട്ടിലാണ് ഇവിടെ വന്നത്. എന്റെ ബന്ധുക്കാരുടെ വീട്ടിലാ. അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് ചായ എനിക്ക് എന്തെങ്കിലും കൊണ്ടു അതിന്റെ പൊടി തിന്നാ മതി. നീ അമ്മച്ചി അവലോസ് പൊടിയാണ് കൊണ്ടു തരുന്നെങ്കിൽ എന്ത്? ഞാൻ ചായ കഴിച്ചു ഉരുട്ടി അത് തിന്നും. അതിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് തിന്നാ മതി. അവൻ മണ്ണെ കൊണ്ട് തിന്നാനെ കൊണ്ട് അങ്ങോട്ട് ഒരു പാവം അമ്മച്ചി എന്തെങ്കിലും കഴിക്കാൻ തരും മുതലാളി. ഇവളത്ര പ്രാവൊന്നും അല്ല. അത് മുതലാളിക്ക് അങ്ങ് അറിയാം. എടാ ഇവളെന്ന് പറഞ്ഞ അർത്ഥ കായ്ക്ക് ഉപ്പ് തേക്കാത്തുള്ള ഈ ഗ്രേസി എനിക്കറിയാം. ഇവളുണ്ടല്ലോ ചായ എന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം കൊണ്ട് തന്നിട്ട് പറയും കണ്ണടച്ചങ്ങ് കുടിച്ചോളാം. അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? പണ്ട് പുളിച്ച കഞ്ഞിവെള്ളം ഞാൻ എത്ര കുടിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ വീട്ടിൽ നിന്ന്. അതല്ലേ ഇവരെ ഒരു മൂത്ത മോനുണ്ട്, ഒരു കൂറച്ചെറുക്കൻ. ഇവിടെ ഭർത്താവിൻ്റെ കൂടെ പന്ന ചെറുക്കനാ. ആ ചെറുക്കൻ എവിടുന്ന് ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നായിരുന്നു. ഇവർക്ക് അത് വേണം. സഭക്കാരോടൊക്കെ അവരെല്ലാടെ പറഞ്ഞു വിട്ട് ഇവള് ആട്ടി കഴിഞ്ഞ് ഇറക്കി ആ പെണ്ണിനെയൊക്കെ. അത്ര അർത്ഥ കായ്ക്ക് ഉപ്പ് തേക്കാത്തുള്ള ഇവളാ. ചായ കുടിച്ചാട്ടെ കേട്ടോ, ചായ കുടിച്ചാട്ടെ. നിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് നിർത്തിയുള്ളൂ. കൊച്ച നല്ല കൊച്ചായി കൊച്ച. അല്ല ഒക്കെ ചായ നേരത്തെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എവിടാണ്ടൊക്കെ വസ്തുവകകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് മൂന്നാറിൽ 3 ഏക്കർ തേയിലത്തോട്ടം ഉണ്ട്. പിന്നെ അടിമാലിയിലെ കുറച്ച് ഏലത്തോട്ടം ഇല്ലടാ. പിന്നെ ആണെങ്കിൽ അവിടെ കുറ്റിക്കാട്ട് പഠിക്കലില്ലേ? കുറ്റിക്കാട്ട് പഠിക്കലത് 3 ഏക്കർ റബ്ബറും തോട്ടം ഇങ്ങനെ കിടക്കൂല്ലേ അങ്ങോട്ട്. ഇല്ലടാ ഇല്ല. ഇവൻ എന്തോട്ടം ചെയ്ത് ഇവന് ഒരു ഗുണാത്മകം ഇല്ലേ ഇവന്? എന്റെ വീടിന്റെ തെക്കേപ്പുറത്ത് ഒരു തോടുണ്ട്. അതെന്തോ ഇവിടെ പറഞ്ഞത്? അതിനകത്ത് ഡെയിലി ഞാൻ പോയി കുളിക്കും. എന്നിട്ട് തല പോലും തോർത്താതെ കർത്താവിനോട് പ്രാർത്ഥിക്കും, ഈ മാതിരി മുടിഞ്ഞ തള്ളു കേൾക്കുന്ന എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അല്ല ഈ വീട്ടിലാരും ഇല്ലയോ? പ്രത്യേകിച്ച് ആരും ഇല്ല. പ്രത്യേകിച്ചെന്ന് പറയുമ്പോ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ പിന്നെ വലിയ പ്രത്യേകത ഇല്ലല്ലേ, എല്ലായിടത്തും ഉണ്ടല്ലോ. അല്ല കൊച്ചനെ നീ കല്യാണം കഴിച്ചാന്നോ? നോക്കണം. നീ ഇപ്പൊ എപ്പോഴാണ് പ്രായമൊക്കെ ആയത്? അങ്ങ് കെട്ട
നോക്കണം അങ്ങ്. നോക്കണം അവൻ പറഞ്ഞ എന്താണെന്നറിയോ? എന്തുവാ? കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ നോക്കണം, അതുകൊണ്ട് ഇവൻ കല്യാണം കഴിക്കത്തില്ല എന്നാണ് എന്റെ അർത്ഥം. ഭയങ്കര മടിയാണ്. അഴുക്ക് ചെറുക്കണ ഈ ചെറുക്കനെ, അഴുക്ക് ചെറുക്കനെ തല്ലി കൊല്ലാൻ തോന്നി ഈ ചെറുക്കനെ. ഈ ഭയങ്കര വൺ സെറ്റപ്പിലൊക്കെ ആണല്ലോ കൊച്ചെ ഇവിടെ. അയ്യോ അതൊന്നും പറയണ്ട. വക്കച്ചാൻ അറിയാലായിരുന്നു എന്റെ മൂത്തൊരു മോനില്ലായിരുന്നോ? പറഞ്ഞിട്ടുണ്ട് അഴുക്ക ചെറുക്കൻ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ അമേരിക്കയിലും കണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. അയ്യോ അമേരിക്ക കൊണ്ടുപോയതില്ലേ എന്റെ മരുമോള്. അവൻ പഠിക്കാൻ പോയ സമയത്ത് ആ പെണ്ണിനെ വിളിച്ചോണ്ടെങ്കിൽ വന്നതാ. എനിക്ക് ആ കുണം കൊണ്ട് ഞാൻ അങ്ങനെ രണ്ടിനെ പറഞ്ഞങ്ങ് വിട്ടു. ഇപ്പൊ എന്തുവാ, അവൻ UK വീട്ടിലിരിക്കും, അവള് പോയി അധ്വാനിക്കുക. ഈ കാണുന്ന വീടും വകയും എല്ലാം അവൾ ഉണ്ടാക്കി തന്നതാ. വക്കച്ചായ അമ്മച്ചി ഇനി ഓട്ടോയിൽ കയറണ്ടെന്ന് പറഞ്ഞത് ഇന്നലെ ഒരു ബെൻസ് കൊടുത്ത് വിട്ടേക്കുന്നു. ഇവിടെ ഓടിക്കാൻ ആരുമില്ല. മറ്റേ വേലക്കാരുടെ പൈസ ആണെങ്കിൽ ഞാൻ എഴുതുന്നുണ്ടോ, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, എഴുതിയെടുക്കാൻ അറിയത്തില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാ എന്ന് പറഞ്ഞ തങ്കപ്പെട്ട കൊച്ചാന്ന്. ഏണ്ട ഇതാ മരുമോള്. ഇത് മോനെ അറിയത്തില്ലേ? ഇതാ മോള്. ഇത് എന്റെ കൂട്ടിരിക്കുന്നല്ലോ ഈ കൊച്ചെ. അയ്യോ അത് സ്ക്രീൻ ഓഫ് ആയിട്ടാ. ഓ നല്ല കൊച്ച കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ചില്ല. എടാ മരങ്ങോളാ കാണടാ ഇവിടെ വരുമ്പോളെ കേട്ടോ നോക്ക. എന്നെ ഭയങ്കര കാര്യം. എന്നെ ആ കൊച്ചു കടിച്ചോ ഇത്ര കരയാൻ വേണ്ടി? അതെന്റെ മരുമോൾ അന്ന. ഇതെന്റെ പെങ്ങളാ പറ്റി. 10-15 കൊല്ലം മുമ്പ് എന്നെ വിട്ട് പോയ എന്റെ പെങ്ങളാ പറ്റി. അയ്യോ ഇത് ആരെയും വന്നേക്കുന്നേ? എന്റെ മരുമോൾ ആങ്ങളെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. കാര്യം വരില്ല, ഇങ്ങോട്ട് വന്നേ. എനിക്ക് വയ്യ. അവളെ അങ്ങോട്ട്. അയ്യോ അവളെ എന്ന് ഉച്ചയാകുമ്പോ വിളിക്കുമ്പോ അവൾക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളു. പേര് അന്തോണി എന്നല്ലയോ? അയ്യോ എന്റെ അന്തോണി താങ്കളെ പോങ്ങോട്ടെ. അതായത് വിളിച്ചേ ഇവളെപ്പോഴും പറയും അമ്മച്ചി എനിക്ക് ചെറുപ്പകാലത്ത് ഒരു തെറ്റ് പറ്റി, അതിലെനിക്ക് പശ്ചാത്താപം ഉണ്ട് അമ്മച്ചി. എന്നും അങ്ങ് പരാതി പറച്ചിലും കരച്ചിലും. ഇങ്ങനെ ഷഷ്ടിപൂർത്തിക്ക് നമുക്ക് വരുത്തില്ലയോ? അന്നേരം അവളെ നേരിട്ട് കാണുകയും ചെയ്യാം, എല്ലാം സംസാരിക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഡ്രൈവറല്ല, എനിക്ക് ബെൻസും വലിയ വീടും ഒക്കെ ഇറങ്ങാങ്ങോട്ട്. ഇവരാണെങ്കിൽ പണ്ട് ചെറുപ്പത്തിലെ എന്റെ വീട് കുഞ്ഞായിരുന്നപ്പോ ഇവര് വന്നിട്ടില്ല. ഞങ്ങൾ വലിയ കാശുകാരായിരുന്നപ്പോ വന്നേക്കോ പൈസ അടിക്കാന്. എന്താ നല്ല സൗകര്യമില്ല എനിക്ക്. കാലേ കിടക്കുന്ന ചെരുപ്പ് ഞാൻ ഞാൻ കേൾക്കാതെ ഇങ്ങനെ എന്നെ കുറ്റവും പറയും സത്യത്തിൽ. ഇല്ല എന്റെ മരുമോട് ആങ്ങളെ ഇവിടെ നിൽക്കും. വണ്ടി എടുത്തോണ്ട് വരുന്നോ ഇല്ലയോ? വണ്ടി എടുത്തോണ്ട് വരുന്നില്ലെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ? നീ ബന്ധുവായിട്ട് കൂടിയോ ഇവിടെ? കൂടി. ഒരു കാര്യം ചെയ്യ്, എന്റെ ഉടുപ്പും മുണ്ട് ഊരിത്താ. എന്റെ ഉടുപ്പും മുണ്ടും മര്യാദക്ക് ഊരിത്താടാ. വക്കച്ചാ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട, നമ്മക്കാരുടെ ഓശാരം വേണ്ട. പുതിയ കുപ്പായ ഞാൻ തരും, നീ അങ്ങോട്ട് ഊരി കൊടുക്കടാ. അച്ചി പറഞ്ഞാ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് സഹായിച്ച കാണിക്കാതെ. ഇത് വേണോ? ആ മുണ്ട് കൊടുത്ത ഇത് അവന്റെ കഴുത്തിന് നോക്കി അങ്ങോട്ട് എറിയും, സൈഡ് പോലെ അങ്ങ് പോട്ടെ. ഒന്ന് അല്ല ഇനി എന്തിനു നിൽക്കുക അപ്പോ? ഇത് പിള്ളേരെ ഇട്ടേക്കില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ഒരു താഴ്ന്നിട്ട് ഊരി കൊടുക്കട്ടെ മച്ചി. എടാ നാണം കെട്ടോനെ അത് ഊരി താടാ. അവന് നാണം ഉള്ളത് കൊണ്ട് അവനത് ഊരി തരാത്തത് കേട്ടോ. നാണം കെട്ട വക്കച്ച. അല്ല കിണറ്റിൻ കരയിൽ വക്കച്ചൻ മൂന്നാം